السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون والسامعون، قال الله عز وجل: أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും ശ്രവിക്കുന്നവരെ, അള്ളാഹുവിൻ്റെ മലായികത്തുകൾ വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് പറഞ്ഞു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇന്ന ലില്ലാഹി തബാറക വതആല മലായികതൻ സയ്യാറ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ചില മലക്കുകളുണ്ട്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. അവർ യത്തബിഊന മജാലിസ ദിക്ർ. അവരുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് സ്മരിക്കപ്പെടുന്ന, അല്ലാഹുവിനെ ഓർക്കപ്പെടുന്ന ദിക്റിൻ്റെ മജ്ലിസുകൾ, അറിവിൻ്റെ പൂന്തോപ്പുകൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അവർ. ആ മലായികത്തുകൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്മരണയുള്ള, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു മജ്ലിസ് കണ്ടാൽ, ഒരു സദസ്സ് കണ്ടാൽ, ഖഅദു മഅഹും, അവരുടെ കൂടെ അവർ ഇരിക്കുന്നതാണ്. وحف بعضهم بعضا بأجنحتهم حتى يملأوا ما بينهم وبين السماء الدنيا. അങ്ങനെ അവർ അവരുടെ ചിറകുകൾ കൊണ്ട് അന്യോന്യം ചുറ്റിപ്പൊതിഞ്ഞങ്ങനെ ഒന്നാം ആകാശം വരെ അവർ ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവരവിടെ എത്തും. അത്രമാത്രം അങ്ങനെയുള്ള മജ്ലിസുകളെ അള്ളാഹുവിൻ്റെ ആ മലായികത്തുകൾ ചുറ്റിപ്പൊതിയും. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുക്കലേക്ക് ഈ ഒരു ഖൗമ് പിരിഞ്ഞു പോകുമ്പോൾ ഫൈദാ തഫറഖു അറജു വസഇദു ഇല സമാ,
അങ്ങനെ ആ കൗമെങ്ങാനം അവരുടെ മജ്ലിസ് കഴിഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ അവർ അത് ആകാശത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, ഫയസ്അലുഹും അല്ലാഹു അസ്സ വജല്ല വഹുവ അഅലമു ബിഹിം മിൻ ഐന ജിഅ്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെക്കുറിച്ച് നല്ലപോലെ അറിയാം. എന്നിട്ടും അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അവർ പറയും, ഫയഖൂലൂന ജിഅ്നാ മിൻ ഇൻദി ഇബാദിൻ ലക ഫിൽ അർദി യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹല്ലിലൂനക. അല്ലാഹുവേ, ഞങ്ങൾ വരുന്നത് നിന്റെ ചില അടിമകളുടെ അടുത്ത് നിന്നാണ്. അവരതാ നിന്നെ വാഴ്ത്തുന്നുണ്ട്. അതുപോലെ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നിന്റെ തൗഹീദിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ദിക്റുകൾ പറയുന്നുണ്ട്. അവർ നിന്നെ വാഴ്ത്തുന്നുണ്ട്, നിന്നോടവർ ചോദിക്കുന്നുണ്ട്. ഖാല വമാദാ യസ്അലൂനി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എന്താണ് അവർ എന്നോട് ചോദിക്കുന്നത്? ഖാലൂ യസ്അലൂനക ജന്നതക ഖാല ഹൽ റഅൂ ജന്നതി. അല്ലാഹുവേ, അവർ ചോദിക്കുന്നത് യസ്അലൂനക ജന്നതക, നിന്റെ സ്വർഗമാണ് അവർ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവർ വഹൽ റഅൂ ജന്നതി, എൻ്റെ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? അവർ ഈ ചോദിക്കുന്ന സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഖാലൂ ലാ ഐ റബ്ബ്. അവർ പറയും, ആ മലായികത്തുകൾ പറയും, ഇല്ല, അവർ കണ്ടിട്ടില്ല, അല്ലാഹുവാണ്. ഫകൈഫ ലൗ റഅൂ ജന്നതി ഖാലൂ. അവരെങ്ങാനും എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ പറഞ്ഞു. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, എങ്ങനെയായിരിക്കും അവർ എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? മറ്റൊരു റിവായത്തിൽ കാണാം, അവർ പറയും, അല്ലാഹുവേ, അങ്ങനെ എങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ അവർ അതിനോട് കൂടുതൽ ആഗ്രഹം കാണിക്കുകയും കൂടുതൽ ചോദിക്കുകയും ചെയ്തേനെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറഞ്ഞു, വയസ്തജീറൂനക. അല്ലാഹുവേ, അവർ നിന്നോട് കാവൽ ചോദിക്കുന്നുണ്ട്. ഖാല വമിമ്മ യസ്തജീറൂനനി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എന്തിൽ നിന്നാണ് അവർ എന്നോട് രക്ഷ ചോദിക്കുന്നത്, കാവൽ ചോദിക്കുന്നത്? ഖാലൂ മിൻ നാരിക യാ റബ്ബ്. ഞങ്ങളുടെ റബ്ബേ, നിന്റെ നരകത്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത്. ഖാല വഹൽ റഅൂ നാരി. അവരെങ്ങാനും എൻ്റെ നരകം കണ്ടിട്ടുണ്ടോ? ഖാലൂ ലാ. അവർ പറഞ്ഞു, അവർ നിന്റെ നരകം കണ്ടിട്ടില്ല. ഖാല ഫകൈഫ ലൗ റഅൂ നാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവരെങ്ങാനും എൻ്റെ നരകം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? ഒരു റിവായത്തിൽ കാണാം, അവരതിൽ നിന്നും അതിശക്തമായി കാവൽ ചോദിക്കുന്ന, ഭയക്കുന്ന, ഫിറാറൻ, അതുപോലെ തന്നെ ഭയന്നോടുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടോ അവർ പറഞ്ഞു, വയസ്തഗ്ഫിറൂനക. അല്ലാഹുവേ, അവർ നിന്നോട് പാപമോചനം തേടുന്നുണ്ട്. അവർ നിന്നോട് പാപമോചനം തേടുന്നുണ്ട്. ഖാല ഫയഖൂൽ ഖദ് ഗഫർതു ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായികത്തുകളോട് പറയും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ആ പാപമോചനം തേടുന്ന ആ സദസ്സിലെ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു. ഫഅതൈതുഹും മാ സഅലൂ വഅജർതുഹും മിമ്മ ഇസ്തജാറൂ. അവർ എന്നോട് ചോദിച്ചതെന്താണോ അത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവരെന്തിൽ നിന്നാണോ കാവൽ ചോദിക്കുന്നത് അതിനെ തൊട്ട് ഞാൻ അവർക്ക് കാവലും കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഫയഖൂലൂന റബ്ബി ഫീഹിം ഫുലാനുൻ. അപ്പോൾ അതാ മലായികത്തുകൾ പറയുകയാണ്, റബ്ബി ഫീഹിം ഫുലാൻ. അല്ലാഹുവേ, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാളുടെ പ്രത്യേകത എന്താണ്? അബ്ദുൻ ഖത്താഉൻ. അയാൾ തിന്മകളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇന്നമാ മർറ ഫജലസ മഅഹു. അയാൾ ഇങ്ങനെ വഴി കൂടെ നടന്നപ്പോൾ കയറി ഇരുന്നു എന്നുള്ളൂ. ആള് വലിയ നല്ല ആളൊന്നുമല്ല, ഇവരുടെ കൂടെ ഇരിക്കുന്ന ആളൊന്നുമല്ല. മറിച്ച് അയാൾ ഈ വഴിക്ക് പോയപ്പോൾ സദസ്സിലേക്ക് കയറിയിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളുണ്ട് അവരുടെ കൂട്ടത്തിൽ. ഖാല ഫയഖൂൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും,
വലഹു ഗഫർതു, അയാൾക്കും ഞാൻ പുറത്തു നൽകിയിരിക്കുന്നു. ഹുമുൽ ഖൗമു, ആ കൂട്ടരുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ആളുകളുണ്ടല്ലോ, അള്ളാഹുവിനെ വാഴ്ത്തുന്നവരുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ സ്മരണകൾ ഉയർത്തുന്നവരുണ്ടല്ലോ. ഹുമുൽ ഖൗമു, അവരൊരു വിഭാഗമാണ്. ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ കൂടെ ഇരുന്നവർക്ക് വിഷമിക്കേണ്ടി വരില്ല. ആ ആളുകളുടെ കൂടെ ഇരുന്നവർക്ക് വിഷമിക്കേണ്ടി വരില്ല. അങ്ങനത്തെ കൂട്ടരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായികത്തുകളോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് പോകണമെന്ന ആഗ്രഹമാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്. എന്തിനാണ് ഇങ്ങനെ ഒരു മജ്ലിസ്? അല്ലാഹു തആലയുടെ സ്വർഗമല്ലാതെ വേറെന്താണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യം? നരകത്തിൽ നിന്നുള്ള കാവലല്ലാതെ വേറെന്താണ് ഇതിൽ നിന്നും ഉള്ള ലക്ഷ്യം? സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അതാണ്. ജീവിതം എന്നത് തോറ്റുപോകരുത്, പരാജയപ്പെടരുത്, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ. പക്ഷേ പലരും ലക്ഷ്യം മറന്നുപോയി, വിജയം എന്താണെന്ന് തിരിച്ചറിയാതെ പോയി, പരാജയത്തെക്കുറിച്ച് ഓർക്കാതെ പോയി, നഷ്ടങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടാതെ പോയി. അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഓരോരുത്തരും കേട്ടത്. നമ്മളുടെ മനസ്സുകളിലേക്ക് നമ്മൾ അവയെ ആവാഹിക്കേണ്ടതുണ്ട്, നമ്മളതിനെ ഉറ്റാലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മളോട് സംസാരിച്ച നമ്മളുടെ സഹോദരൻ ഉസ്താദ് അബൂ ഫർഹ ഷാഹിദ് ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ അബൂ ആയിഷ ഹഫിളഹുല്ലാ കഴിഞ്ഞ ദിവസം നമ്മളോട് ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലയെ കുറിച്ച് നമ്മളോട് സംസാരിച്ച അബൂ മുഫ്ലിഹ് ഹഫിളഹുല്ലാ, ഇവരെല്ലാവരും നമ്മളോട് സംസാരിച്ചത് ഈ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. സ്വർഗത്തിൽ പോകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മളെല്ലാവരും ഒരുമിച്ചതും അതിനു വേണ്ടിയാണ്. മുസ്ലിമായി ജനിച്ച ഓരോരുത്തരും ആഗ്രഹിക്കുന്നതുമാണ്. എല്ലാവർക്കും പോകണം സ്വർഗത്തിലേക്ക്, എല്ലാവർക്കും പോകേണ്ടത് തന്നെയാണ് സ്വർഗത്തിലേക്ക്. നമ്മളെല്ലാവരും സ്വർഗസ്ഥനായിരുന്ന നമ്മളുടെ പിതാവിൻ്റെ മക്കളാണ്. സ്വർഗസ്ഥനായിരുന്ന ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അവിടേക്ക് തിരിച്ചു ചെല്ലേണ്ടവർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ആ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ എങ്ങനെ പോകും? ഏതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന വഴി? എങ്ങനെയാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് കാണാം. ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ വസതഫ്തരിഖു ഉമ്മതി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജൂതന്മാർ 71 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ 72 കക്ഷികളായി പിരിഞ്ഞു. എൻ്റെ ഉമ്മത്തോ 73 കക്ഷികളാകും. എന്നിട്ടോ 73 സ്വർഗത്തിലാണോ? 73 കക്ഷികളും സ്വർഗത്തിലാണോ? ഏത് കക്ഷിയുടെ കൂടെ കൂടിയാലും നിങ്ങളെല്ലാവരും എത്തിച്ചേരുന്നത് ആ സ്വർഗത്തിൻ്റെ സുഖലോലുപകതകളിലേക്കാണ് എന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല. 72 സ്വർഗത്തിലാണോ? അതുമല്ല. പകുതി അല്ല. 10% അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാം നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ,
ഒരൊറ്റ കക്ഷിയൊഴികെ. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. നമ്മൾ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നത് നരകത്തിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വഴികാട്ടി. ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയാണ്, ഈ ഉമ്മത്ത് 73 വിഭാഗമായി പിരിഞ്ഞ് അതിൽ 72 നരകത്തിലാണ്, ഒന്നേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിമേ ആ കക്ഷിയെ കണ്ടുപിടിക്കാതെ നിനക്കുറങ്ങാൻ കഴിയുക? എങ്ങനെയാണ് മുസ്ലിമേ സമാധാനത്തോടുകൂടി നീ ആ കക്ഷിയെക്കുറിച്ച് അന്വേഷിക്കാത്തവനായി വിശ്രമങ്ങളിൽ ഏർപ്പെടുക? എങ്ങനെയാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നത്? മുഹമ്മദ് ഇബ്നു അസ്ലം റഹിമഹുല്ലാഹു തആല ഹിജ്റ 200 മുന്നേ ജീവിച്ചിരുന്ന 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം പറയുന്ന വാക്കുകൾ, അദ്ദേഹം പറയുകയാണ്, ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ്. ഓർക്കണം, നമ്മളിന്നുള്ളത് 15-ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷം 13 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആ ഇമാം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ 73-ൽ 72 സ്വർഗത്തിലും 1 നരകത്തിലുമെന്നായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഏറെ വ്യാകുലപ്പെടുമായിരുന്നു, ഹൃദയം ജ്വലിക്കുമായിരുന്നു. ആ ഒന്നിൽ ഞാൻ പെട്ടുപോകുമോ എന്ന ഭയം കൊണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 73-ഉം 72 നരകത്തിലാണെന്നും 1 മാത്രമേ രക്ഷപ്പെടൂ എന്നും പറഞ്ഞാലുള്ള അവസ്ഥയെന്ന് അദ്ദേഹം ആകുലതപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആകുലത നമ്മളെ എപ്പോഴെങ്കിലും ഈ അവസാന കാലഘട്ടത്തോടടുത്ത സമയത്ത് അറിവേറെ കുറഞ്ഞ ഇമാമിയങ്ങൾ ആകുലപ്പെട്ട ആ വിഷയത്തിൽ അറിവേറെ കുറഞ്ഞ നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ചോർത്തൊന്ന് വിഷമിച്ചിട്ടുണ്ടോ? ആകുലതപ്പെട്ടിട്ടുണ്ടോ? ഒരു 50 മുസ്ലിമായിട്ട് അങ്ങോട്ട് ജീവിക്കണം, അങ്ങോട്ട് ജീവിച്ച് മരിക്കണം, ആരെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയാതെ അങ്ങനെ അങ്ങോട്ട് ജീവിക്കണം, ഒരു സാദാ സീത അങ്ങനെ എന്ന ഒരു നിലപാടിൽ കവിഞ്ഞ് പോരാ. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ആ കക്ഷിയിൽ വേണം, ആ കക്ഷിയിലാകണം ഞാനെന്ന് വിഷമിച്ച ടെൻഷൻ അടിച്ച ആരാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് കേട്ടവാദി. അതാ സ്വഹാബികൾ ചോദിക്കുകയാണ്, ആരാണവർ? മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ കക്ഷി യാ റസൂലല്ലാഹ്? അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് ആ കക്ഷി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തു, മൻ കാന മിത്ല മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിലാണോ ഉള്ളത് ആ നിലപാടിലുള്ളവരാണവർ. വഹുമുൽ ജമാഅ, അവരാകുന്നു അൽ ജമാഅ, അവരാകുന്നു അൽ ജമാഅ. ആ കക്ഷിയാണ് രക്ഷപ്പെട്ട കക്ഷി. ഏതാണവർ? മറ്റു റിവായത്തുകളിൽ കാണാം, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിലാണോ ആ നിലപാടിലായവർ. സഹോദരങ്ങളെ, ഇതല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അതായത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിനെയും അതുപോലെ തന്നെ സ്വഹാബത്ത് എന്ന അൽ ജമാഅയെയും മുറുകെ പിടിക്കുന്ന ആളുകൾ, അതിൻ്റെ ആളുകൾ, അതായത് അഹ്ലു അസ്സുന്നതി വൽ ജമാഅ, അഹ്ലു സുന്നതി വൽ ജമാഅ, അസ്സുന്നത്തിൻ്റെയും അൽ ജമാഅയുടെയും ആളുകൾ, അഹ്ലു സുന്നതി വൽ ജമാഅ. സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു സംഘം കോഴിക്കോടുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചെറുപ്പക്കാർ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ലോകത്തെ മനുഷ്യർ അവരോടുള്ള നസീഹത്താണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു, ജനങ്ങളെ വിളിച്ചിരുന്നു സത്യത്തിലേക്ക്. ചന്തകളിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു.
അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾ വിജയിക്കും. ജനങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ കാര്യം പറഞ്ഞു കൊടുക്കൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രബോധനം ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായിരുന്നു. ആ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ആരാണ് ആ രക്ഷപ്പെട്ട കക്ഷി? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നറിയപ്പെടുന്ന ആ കക്ഷി ഏതാണ്? അവകാശവാദങ്ങൾക്കും അപ്പുറം യാഥാർത്ഥ്യം എന്താണ് എന്നത് തിരിച്ചറിയാനും പഠിക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ അറിഞ്ഞ സത്യത്തെ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാനാണ് ഈ ഒരു മൈക്ക് സെറ്റും അതുപോലെ തന്നെ ഈ ഒരു സജ്ജീകരണവും നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സംസാരങ്ങളെ കൊണ്ടും ഈയുള്ളവൻ്റെ സംസാരം ലളിതമായ ചെറിയ ഈ സംസാരം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും നമുക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും അങ്ങനെ അതിനെ ഒഴിവാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജനങ്ങൾ പല വിഭാഗമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്കിനോട്, ആ പേരിനോട് പലവിധ നിലപാടുകൾ ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ആ കാര്യം, ആ ആളുകളുടെ വിഷയത്തിലും ആളുകൾ പല നിലപാടുകളിലാണ്. ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് അഹ്ലുസുന്ന, എന്ത് അഹ്ലുൽ ബിദ്അ, ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം എന്തിരിക്കുന്നു? എനിക്കെൻ്റെ ജോബുണ്ട്, വൈകുന്നേരം വരെ എനിക്ക് ജോബ് ചെയ്യാനുണ്ട്, അതിനുശേഷം വിശ്രമിക്കാനുണ്ട്, പിറ്റേന്ന് രാവിലെ ജോബ് തുടങ്ങും, വൈകുന്നേരം വരെ പണിയാണ്, പിറ്റേ ദിവസം രാവിലെയാകുന്നത് വരെ കാത്തിരിക്കുക. ഇങ്ങനെ ജീവിതത്തെ തള്ളി നീക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ത് ദീൻ, എന്ത് ഇസ്ലാം, എന്ത് അഹ്ലുസുന്ന, എന്തിനതൊക്കെ അന്വേഷിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊന്ന് ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ദുനിയാവിൻ്റെ നൈമിഷികതയെക്കുറിച്ചും നശ്വരതയെക്കുറിച്ചും ആലോചിക്കുകയും പരലോകത്തിൻ്റെ ആഴത്തെക്കുറിച്ചും പരപ്പിനെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യുവാക്കളെ ഇസ്ലാമിൻ്റെ തനതായ ദീനിലേക്ക്, പ്രകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി നയിക്കുമാറാകട്ടെ. ആമീൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പദത്തോടോ പേരിനോടോ കക്ഷിയോടോ യാതൊരുവിധ താല്പര്യവും കാണിക്കാത്ത മനുഷ്യരെ നമുക്ക് കാണാം. ഇതൊക്കെ എന്തിനാണ്? അല്ല സഹോദര, നിന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായ ലക്ഷ്യം നീ പൂർത്തീകരിക്കാൻ ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാത എന്നത് മാത്രമാണ് എന്നത് സഹോദര നീ തിരിച്ചറിയേണ്ടതുണ്ട്. ദുനിയാവിൻ്റെ പളവളപ്പുകളിൽ, അതുപോലെ തന്നെ കൗമാരത്തിൻ്റെയോ യൗവനത്തിൻ്റെയോ ചോരത്തിളപ്പുകളിൽ നശിപ്പിച്ച് കളയേണ്ടതല്ല നിന്റെ ജീവിതം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് കടന്നു വന്നുകൊണ്ട് നേരത്തെ കേട്ടതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അങ്ങനെ ഇങ്ങോട്ടുള്ള സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും പാതയിലൂടെ നടന്നുകൊണ്ട് ദീനിൻ്റെ പ്രകാശത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നവനായി മാറേണ്ടവനാണ് ഓരോ മുസ്ലിം യുവാവും എന്നത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പദം, ആ പദത്തോട് വിമുഖത കാണിക്കുന്ന, പിന്തിരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അവർ പൊതുവെ ഇസ്ലാമിക സമൂഹത്തിൽ എന്ന് പുറത്തുള്ള ആളുകൾ എണ്ണുന്ന റാഫിദികളും ഷിയാക്കളും എന്നോ പേരുള്ള ആളുകൾ ഇറാനിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും വ്യാപിച്ച നമ്മളുടെ നാടുകളിൽ പലപ്പോഴും അതിൻ്റെ വിഷലിപ്തമായ കരങ്ങളും നാവുകളും അതിൻ്റെ ദഅവത്ത് ആരംഭിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കളും റാഫിദുകളും അവർ ഈ പേരിനോട് വിമുഖത കാണിച്ചവരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പാതയിലേക്ക് പ്രവേശിക്കാൻ, യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കാൻ വൈമനസ്യം കാണിച്ച ആളുകളാണ് അവർ ഓരോരുത്തരും. അങ്ങനെയുള്ള ആളുകളും സുന്ന എന്ന പദത്തെ പ്രത്യേകിച്ച്
വലിയ കാര്യമായി എടുക്കുന്നില്ല, ഗൗനിക്കുന്നില്ല എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ പിതൃവ്യപുത്രനായ അലി റളിയല്ലാഹു അൻഹുവിനെ ആരാധ്യനാക്കി അദ്ദേഹത്തോട് ദുആ ചെയ്യുന്ന പ്രയാസഘട്ടങ്ങളിൽ അദ്ദേഹത്തോട് പ്രയാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിലേക്ക് യാ അലി യാ മദദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ആളുകളാണ് റാഫിദകൾ, ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട തൗഹീദ്, ദുആ എന്ന ഇബാദത്ത്, അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഇബാദത്തുകളും അലി റളിയല്ലാഹു അൻഹുവിന് വിഹിതം വെച്ചു കൊടുത്ത ആളുകളാണ് ഷിയാക്കളും റാഫിദകളും. അതുപോലെ തന്നെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളോടുള്ള, ആ മഹാന്മാരോടുള്ള ബഹുമാനത്തിൽ അതിരുകവിയുകയും അവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തുകളിൽ പങ്കുചേർത്ത ആളുകളാണ് റാഫിദകളായ ഷിയാക്കൾ. ആ ആളുകൾക്ക് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല. റാഫിദകൾക്ക് ഇസ്ലാമിൽ പ്രത്യേകിച്ചൊരു സ്ഥാനവുമില്ല എങ്കിലും ആളുകൾ കരുതുന്നത് അവർ മുസ്ലിമീങ്ങളാണെന്നാണ്. ഒരിക്കലുമല്ല. ആ ആളുകൾ അവർ അഹ്ലുസുന്ന എന്ന പദത്തോട് വിമുഖത കാണിക്കുന്നവരാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, അവരെ കുറിച്ച് ദുരാരോപണം പറഞ്ഞു നടക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ വിമുക്തയാണെന്ന് സാക്ഷ്യം വഹിച്ച ആയിഷ റളിയല്ലാഹു അൻഹാ, ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇന്നും ദുരാരോപണം നടത്തുന്ന, അൽ ബഖറയിലെ ബഖറ അത് ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന റാഫിദുകളെ കേരളത്തിൻ്റെ മണ്ണിലും അവരുടെ ദഅവത്തുകൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളെ നമുക്കിന്ന് കാണാൻ സാധിക്കും. ആ റാഫിദകൾക്ക് കുടചൂടുന്ന മറ്റു പല കക്ഷികളെയും ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആൻ അത് പരിപൂർണമല്ല എന്ന് വാദിക്കുന്ന റാഫിദകൾ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം ഏറ്റെടുത്ത ഈ ഖുർആനിന്റെ കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന റാഫിദകൾ, അവർക്ക് ഈ ദീനിൽ പ്രത്യേകിച്ചൊരു സ്ഥാനവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്കിയത്ത് നൽകിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തസ്കിയത്ത് ചെയ്ത പുകഴ്ത്തിയ സ്വഹാബികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞ ആ സ്വഹാബികൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതൽ ഇങ്ങോട്ട് അവർ കാഫിറുകളാണെന്ന് പറഞ്ഞ റാഫിദകൾക്ക് ഈ ദീനിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പറയുമ്പോൾ ഷിയാക്കൾ, ആ ആളുകൾ പറയുന്ന മറ്റൊരു വാദമാണ് ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളാണെന്ന വാദവും റാഫിദകൾ തന്നെ അവരിലെ പല വിഭാഗങ്ങളും അല്ലെങ്കിൽ അവരും അവരുടെ പിൻഗാമികളും പറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ലോകം നിയന്ത്രിക്കുന്നത് ഇമാമിങ്ങളാണ്, അതുപോലെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്നൊക്കെയുള്ള വാദങ്ങളും നമുക്ക് പലയിടത്തു നിന്നായി കേൾക്കാം. റാഫിദകളുടെ പ്രധാന ആരാധ്യനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്മരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടുമുള്ള പാട്ടുകൾ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളുമായി. സഹോദരങ്ങൾ, പറഞ്ഞു വന്നത് അഹ്ലുസുന്ന എന്ന പദത്തോട് വിമുഖത കാണിക്കുന്ന, ആ പദത്തോടും അതിൻ്റെ ആളുകളോടും മൊത്തത്തിൽ തന്നെ നീരസം കാണിക്കുന്ന, പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അതുപോലെ തന്നെ ബാത്തിനിയാക്കൾ, അതുപോലെയുള്ള മറ്റ് കക്ഷികൾ നമുക്കവരെ അങ്ങനെയായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളുടെ കക്ഷികൾ, ആ കക്ഷികൾക്കെല്ലാം വേണ്ടതൊരൊറ്റ പേരാണ്. ആ കക്ഷികളെല്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ പേരാണ്. ആ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും ആ പേരാണ് വേണ്ടത്. അതിന് കാരണവുമുണ്ട്.
ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകളെന്ന് ആളുകളെ ബോധിപ്പിക്കാൻ അവർക്ക് ആ പേരാവശ്യം വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എൻ്റെയും സഹാബത്തിൻ്റെയും ചര്യ മുറുകെ പിടിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേര് അത് അവർക്ക് ആവശ്യമായി വന്നു. ഞങ്ങളതിൻ്റെ ആളുകളല്ലെങ്കിലും ഞങ്ങൾക്ക് ആ പേരാവശ്യമാണ് എന്നതാണ് അവരുടെ സംസാരങ്ങളിലെ വ്യംഗ്യമായ അർത്ഥം. സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് പറയാത്ത മുസ്ലിം സംഘടനകളെ السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، الله سبحانه وتعالى ദീനിനെ ശരിയായ രീതിയിൽ ആചരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളല്ലാതെ അങ്ങനെയൊന്ന് ചെയ്യുന്നില്ല എങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പേര് എല്ലാവർക്കും യോജിച്ചതല്ല എങ്കിലും എല്ലാവരും ആ പേര് ഞങ്ങൾക്ക് വേണമെന്നതാണ് ആഗ്രഹിക്കുന്നത്. ഏതുപോലെ പണ്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിർഔൻ അലൈഹി ലഅനത്തുല്ലാഹ്, അയാൾ അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ റബ്ബാണ് എന്ന് പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔൻ പറഞ്ഞ വാക്കുകൾ മാ ഉരീകും ഇല്ലാ മാ അറാ വമാ അഹ്ദീകും ഇല്ലാ സബീലർ റശാദ്, ഞാൻ നിങ്ങളെ നേരായ മാർഗമല്ലാതെ കാണിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ട മാർഗമല്ലാതെ നിങ്ങളെ കാണിച്ചു തരുന്നില്ല, ഞാൻ ശരിയായി മനസ്സിലാക്കിയതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ശരിയായ റഷാദിൻ്റെ നേർമാർഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞതാരാ? ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് പച്ചയായ കളവ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞ ഫിർഔനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അവർ വാദിച്ചതെന്താണ്? വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പുത്രന്മാരും അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുമാണ്. ഇന്നും നമുക്ക് ആ വർത്തമാനം കേൾക്കാം. ഇസ്രായേൽ എന്ന പേരുള്ള ജൂതരാഷ്ട്രം മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ മറ്റുള്ള ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ അവരെ കുറിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ ആളുകളാണ്, അവരെ വിജയിക്കുക സാധ്യമല്ല എന്നൊക്കെയുള്ള വിടുവായുത്തങ്ങൾ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അവരെ അതിജയിക്കുന്ന കാലം വിദൂരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഇസ്സത്തും പ്രതാപവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. വ്യതിയാനത്തിൻ്റെയും വഴികേടിൻ്റെയും കുഫറിൻ്റെയും ആളുകൾ പോലും ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് ഹക്കിൻ്റെ ആളുകൾ എന്ന് വാദിക്കും എന്നതിന് പല ഉദാഹരണങ്ങൾ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നവർ പറഞ്ഞു. അങ്ങനെ പല വാദഗതികളും നമുക്ക് ഖുർആനിലൂടെ കണ്ണോടിച്ചാൽ കാണാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം കേവലം അവകാശവാദങ്ങൾ മാത്രമാണ്. 73 കക്ഷികളായതിൽ 72 ഇതേ അവകാശവാദങ്ങൾ ഉന്നയിക്കും. ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകളെന്നത് അവർ പറയും എന്നതിലും
നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമോ അല്ലെങ്കിൽ മറ്റ് വ്യത്യാസങ്ങളോ ഒന്നും കാണുന്നില്ല. കാരണം അതിനേക്കാൾ വലിയ പിഴച്ച ആളുകൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും അവരത് പറയും. അതിനുശേഷം വന്ന ആളുകൾ പറയുമെന്നതിന് വ്യക്തമായി നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ എന്ന ഇസ്ലാം ദീൻ, ആ ദീൻ അത് യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. ഇമാം ബർബഹാരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അസ്സുന്നത്തു ഹിയൽ ഇസ്ലാം വൽ ഇസ്ലാമു ഹുവ അസ്സുന്ന എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ യഅലമു അന്നൽ ഇസ്ലാമ ഹുവ അസ്സുന്ന വസ്സുന്നത ഹിയൽ ഇസ്ലാം. അറിയുക, ഇസ്ലാം എന്നാൽ അതാകുന്നു സുന്നത്ത്, സുന്നത്ത് എന്നാൽ അത് തന്നെയാണ് ഇസ്ലാം എന്ന് ഇമാം ബർബഹാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശർഹ് സുന്നയിൽ പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ, സ്വർഗത്തിലേക്കുള്ള പാത, അത് ആഗ്രഹിക്കുന്ന ആളുകൾ ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഈ കോഴിക്കോടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സഹോദരങ്ങൾ ഈ ഒരു പരിപാടി ഇവിടെ വെച്ചത്. സഹോദരങ്ങളെ, സുന്നത്ത് എന്നാൽ ഭാഷയിൽ അർത്ഥം തരീഖ എന്ന ഒരർത്ഥമാണ്. തരീഖ അതായത് പാത എന്ന ഒരർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖയെ പിന്തുടരുന്ന അല്ലെങ്കിൽ പിന്തുടരുക എന്ന ആശയമാണ് സുന്നത്ത് എന്നതിന് പൊതുവെ വെക്കാറുള്ള അർത്ഥം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തിഖാദ്, വിശ്വാസകാര്യങ്ങളിലും അതുപോലെ തന്നെ സംസാരത്തിലും പ്രവർത്തനത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾക്ക്, ത്വരീഖകൾക്ക്, വഴിക്ക് പറയപ്പെടുന്ന പൊതുവായ പേരാണ് സുന്നത്ത് എന്നത്. അതുപോലെ തന്നെ അൽ ജമാഅ എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും അതുപോലെ തന്നെ ഹക്കിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് അവരുടെ പിറകിലൂടെ വന്നു ചേർന്നിട്ടുള്ള താബിഈങ്ങളും തബഉ താബിഈങ്ങളുമുള്ള അങ്ങനെയുള്ള ആളുകളുമാണ് അൽ ജമാഅ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടാറ്. അങ്ങനെ സുന്നത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ജമാഅത്തിൻ്റെയും ആളുകളായ ആളുകൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിജയിച്ച കക്ഷിയിൽപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുൻകടന്ന ഒന്നാമന്മാരായ ആളുകൾ അവർ ആരിൽപ്പെട്ട? മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആ ഒന്നാമന്മാരായ ആളുകൾ. ആ ആളുകളുടെ കൂടെ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ യഥാവിധി പിന്തുടരേണ്ട മുറപ്രകാരം പിന്തുടർന്നവരുമായ ആ ആളുകളും റളിയല്ലാഹു അൻഹും വറദു അൻഹു, അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരെ തൊട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അദീം, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്നേക്കുമായി. അതാകുന്നു ഏറ്റവും വമ്പിച്ച വിജയമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വിജയം വരിക്കുന്ന ആളുകൾ അവരാകുന്നു അൽ ജമാഅ, അതായത് സ്വഹാബത്തും സ്വഹാബത്തിനെ യഥാവിധി പിന്തുടരുന്നവരുമായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ ഈമാനിൽ ആയതുപോലെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സ്വഹാബത്തിനോട് പറഞ്ഞ ആ സംസാരത്തിലുള്ള അങ്ങനെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവരും നേർമാർഗത്തിലാകുന്നു എന്ന് പറഞ്ഞ ആ നേർമാർഗം ലഭിക്കാൻ ആ സ്വഹാബത്തിൻ്റെ അവരെ പിന്തുടർന്ന താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും പാതയാണ് പിന്തുടരേണ്ടത്. ആ പാതയെ സ്വീകരിച്ച ആളുകൾക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരാണോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപാത, അതായത് ഹിദായത്ത് അത് വ്യക്തമായതിനു ശേഷം, സന്മാർഗം വ്യക്തമായതിനു ശേഷം എതിരിട്ടു നിന്നത്, അതുപോലെ തന്നെ
മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്തത് അവരെ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചു കളയുകയും അവരെ നരകത്തിലിട്ട് എരിക്കുകയും ചെയ്യുന്നതാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ പാത സ്വീകരിച്ച ആളുകളുടെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേര്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ അതിന് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഒരുപാട് ആളുകളുണ്ട് സഹോദരങ്ങളെ. എന്നാൽ അതിൽ നിന്നും യാഥാർത്ഥ്യം കണ്ടെത്തേണ്ടത്, യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്നും വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മളുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, قال النبي صلى الله عليه وسلم إني فرطكم على الحوض من مر علي شرب ومن شرب لم يظمأ أبدا ليردن علي أقوام أعرفهم ويعرفونني. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഹൗദിന്റെ അവിടെ നിങ്ങൾക്ക് മുന്നായി ചെന്നുകൊണ്ട് കാത്തു നിൽക്കുന്നതാണ്. എന്നിട്ടോ മൻ മർറ അലയ്യ ശരിബ, എൻ്റെ അടുക്കലേക്ക് ആരാണോ വന്നത് അവരാ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കുന്നതാണ്. വമൻ ശരിബ ലം യദ്മ അബദ, ആരാണോ അതിൽ നിന്നും കുടിച്ചത് ഒരിക്കലും അവന് ദാഹിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലയരിദന്ന അലയ്യ അഖ്വാമുൻ അഅരിഫുഹും വയഅരിഫൂനനി, എൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ പക്ഷേ കടന്നു വരും. സഹോദരങ്ങളെ, ആരാണോ ആ ഹൗദിലേക്ക് കടന്നു വരുന്നത് അവർക്കതിൽ നിന്ന് ഞാൻ കുടിക്കാൻ കൊടുക്കും. പക്ഷേ ചില ആളുകൾ അവിടെ കടന്നു വരും. ലയരിദന്ന അലയ്യ അഖ്വാമുൻ, ചില ആളുകൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരും. അഅരിഫുഹും വയഅരിഫൂനനി, ഞാൻ അവരെ അറിയുന്നു, അതുപോലെ തന്നെ അവർക്ക് എന്നെയും അറിയാം. എന്നാലോ തുമ്മ യുഹാലു ബൈനി വബൈനഹും, എന്നാൽ എനിക്കും അവർക്കുമിടയിൽ മറയിടപ്പെടും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീദാ, എനിക്കും അവർക്കുമിടയിൽ മറയിടപ്പെടും. എന്നിട്ടോ അതാ വീണ്ടും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആ കാര്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഫഅഖൂലു ഇന്നഹും മിന്നി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഈ ഹദീസിന്റെ ബാക്കി, ഇന്നഹും മിന്നി, അവരെന്നിൽപ്പെട്ടവരാണ്, അവരെന്നിൽപ്പെട്ടവരാ, എൻ്റെ ഉമ്മത്താണ്. അവരതാ വെള്ളം കുടിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. അവരെ എന്തുകൊണ്ട് തടഞ്ഞു വച്ചിരിക്കുന്നു? അവർ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരെ ഞാൻ അറിയും, അവർക്ക് എന്നെയും അറിയാം. പക്ഷേ അതാ അവർ വെള്ളം കുടിക്കുന്നതിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുന്നു, ഫയുഖാൽ, പറയപ്പെടുകയാണ്, ഇന്നക ലാ തദ്രി മാ അഹ്ദഥു ബഅദക, റസൂലേ, താങ്കൾക്ക് ശേഷം അവർ പുതിയതായി എന്താണ് ഉണ്ടാക്കിയതെന്ന് താങ്കൾക്ക് അറിയുകയില്ല. ഫഅഖൂലു സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ഗയ്യറ ബഅദി, അപ്പോൾ ഞാൻ അവരോട് പറയും, സുഹ്ഖൻ സുഹ്ഖാ, അകന്നു പോകണം, ദൂരെ പോകണം. എൻ്റെ പരിപാവനമായ ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടിയ ആളുകൾ, ബിദ്അത്തിന്റെ വക്താക്കൾ, അവർ എന്നിലേക്ക് അടുക്കേണ്ടതില്ല. സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം മാറ്റി തിരുത്തിയ ആളുകൾ, ആ ആളുകൾ എന്നിൽ നിന്നും കടന്നു പോകണം, ദൂരെ പോകണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഹൗദിൽ നിന്നും ആളുകൾ, മുഅ്മിനീങ്ങൾ, സുന്നികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ വെള്ളം കുടിക്കുമ്പോൾ ബിദ്അത്തിന്റെ ആളുകൾ, പുത്തനാശയങ്ങൾ പേറിയവർ, സഹോദരങ്ങളെ, തടയപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ലാഘവത്തോടെ വിടേണ്ട ഒരു വിഷയമല്ലത്. ബിദ്അത്തുകാരനായിക്കൊണ്ട് ജീവിക്കൽ ഒരു മുസ്ലിമിന് ഒരിക്കലും തൃപ്തിപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. മറിച്ച് സുന്നത്തിന്റെ, സത്യത്തിന്റെ പാന്താവിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന അഥറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ആശയം എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ വലൗ കുൻത വഹ്ദക്, സഹോദരങ്ങളെ, സത്യത്തിന്റെ ആളാകേണ്ടതുണ്ട്, സത്യത്തിന്റെ ആളാകേണ്ടതുണ്ട്. നീ ഒറ്റക്കാണെങ്കിൽ പോലും
ഒറ്റക്കാണ്, ആളുകൾ ഒറ്റപ്പെടുത്തും, സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടും, ഖുത്ബക്കിടയിൽ പോലും ആട്ടും തുപ്പമേൽക്കേണ്ടി വരും. എങ്കിലും നീ ഒറ്റക്കാണെങ്കിലും ആളുകൾ നിന്നെ തിരസ്കരിച്ചാലും ആളുകൾ നിന്നെ തള്ളിക്കളഞ്ഞാലും ആളുകൾ വകവെച്ചില്ലെങ്കിലും നീ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹക്കിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. കാരണം അതാണ് അൽ ജമാഅ, അതാണ് രക്ഷപ്പെട്ട കക്ഷി, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ജമാഅ, നമ്മൾ പറഞ്ഞല്ലോ രക്ഷപ്പെട്ട കക്ഷി എന്ന അൽ ജമാഅ, അവർ മൻ മാ വാഫഖൽ ഹഖ്, സത്യത്തോട് യോജിച്ചവരാണ്. വഇൻ കുൻത വഹദക, നീ ഒറ്റക്കാണെങ്കിലും ശരി, നാട്ടിൽ ഒറ്റപ്പെട്ടേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദ. ഇസ്ലാം തുടങ്ങിയത് ഒറ്റപ്പെട്ട് തന്നെയാണ്, എന്നാൽ അത് ഒറ്റപ്പെട്ട് തന്നെ വീണ്ടും ഒറ്റപ്പെടലിലേക്ക്, അപരിചിതത്വത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ രക്ഷപ്പെടാനാണോ നീ ആഗ്രഹിക്കുന്നത്? സ്വർഗമാണോ നീ ആഗ്രഹിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് കൂടാനാണോ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നീ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലായിക്കൊണ്ട് ജീവിക്കലാണ്, ബിദ്അത്തിന്റെ മാർഗത്തെ തട്ടിത്തെറിപ്പിക്കലാണ്. ആളുകൾ നിന്നെ തള്ളിയാലും ആളുകൾ നിന്നെ തിരസ്കരിച്ചാലും قال الإمام الأوزاعي رحمه الله تعالى عليك بآثار من سلف وإن رفضك الناس. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുക, നീ എന്ത് ചെയ്യണം? നിന്റെ മുൻകടന്ന ആളുകൾ, സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും അതുപോലെയുള്ള മുൻഗാമികളുടെയും പാതയെ പിന്തുടരേണ്ടതുണ്ട്. വഇൻ റഫദക الناس, നിന്നെ ജനങ്ങൾ തിരസ്കരിച്ചാലും, ജനങ്ങൾക്ക് നിന്നെ വേണ്ട, നീ ഈ പാതയിലാണോ എങ്കിൽ നിന്നെ ആവശ്യമില്ല, നീയുമായി വിവാഹബന്ധം താല്പര്യമില്ല, നീയുമായി മഹല്ലിൽ നീ ഒരു അംഗമാകൽ താല്പര്യമില്ല, കുടുംബത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുന്നു. പക്ഷേ ജനങ്ങൾ നിന്നെ തിരസ്കരിച്ചാലും സത്യത്തിന്റെ ആളുകൾ, സലഫിന്റെ പാത നീ പിന്തുടർന്നു കൊള്ളണം. നീ ആളുകൾ അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നതിന് സൂക്ഷിക്കണം, അത് നീ പിന്തുടരരുത്. പല ആളുകളും അങ്ങനെയാണ്. സുഖ്റുഫ അല്ലെങ്കിൽ സുഖ്റുഫ് നല്ല ഭംഗിയാക്കി അതിനെ കൊണ്ടുവരും. പേപ്പറിലെ വാർത്തകളും പേപ്പർ കട്ടിങ്ങുകളും അതുപോലെ തന്നെ കരച്ചിലിൻ്റെ അകമ്പടിയും അതുപോലെ കുടുംബ പ്രശ്നങ്ങളുമൊക്കെയായി പല ആളുകളും പള്ളി മെമ്പറുകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാംസം പിച്ച് കീറി ഭക്ഷിക്കുകയും അതാളുകൾക്ക് തിന്നാനിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ ആളുകൾ അതത്ര സുന്ദരമാക്കി നിന്റെ മുന്നിൽ അവതരിപ്പിച്ചാലും, കളവുകളുടെ ഘോഷയാത്രകളെ സത്യമാക്കി അവതരിപ്പിച്ചാലും, അറിവില്ലായ്മയുടെ വിവരക്കേടിന്റെ അപാകതകളെ ഇത്തരം വാചക കസർത്തുകളിലൂടെ മറച്ചു വച്ചാലും, സഹോദരങ്ങളെ, ഇയ്യാക വ ആറാ അർ-റിജാൽ, അവരുടെ സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടരുന്നതിന് സൂക്ഷിക്കണം. അത്തരക്കാരുടെ സ്വന്തം ഇഷ്ടങ്ങളെ, തന്നിഷ്ടങ്ങളെ. എന്താണ് ഒരു ഖുത്ബ തുടങ്ങിയാലുള്ള ആളുകളുടെ അവസ്ഥ? അവരതാ തുടങ്ങുകയാണ്, ഇന്നത്തെ മനോരമയിൽ വന്ന വാർത്ത കൊണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവസാനം മാധ്യമവും മാതൃഭൂമിയും അതുപോലെ അടുത്ത മഞ്ഞപ്പത്രവുമായി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രീതിയിലാണ് പലപ്പോഴും ഖുത്ബകൾ. കുടുംബ പ്രശ്നങ്ങളും, അതായത് കുടുംബ പ്രശ്നങ്ങൾ ഖുത്ബയിൽ പറയേണ്ടെന്നല്ല, അതിനു വേണ്ടി മാത്രം പത്രവാർത്തകൾ വായിക്കാൻ വേണ്ടി ഒരു ഖുത്ബ. അതിനിടയിൽ പറയാനുള്ളതോ അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്കുള്ള തിരസ്കാരങ്ങളും അവർക്കുള്ള ആക്ഷേപങ്ങളും ആട്ടും തുപ്പുമാണ് പല ആളുകളും മസ്ജിദുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് എന്നത് വളരെ വേദനാജനകമായ, ഈ സുന്നത്തിനെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്കിടയിലേക്ക് കുത്തിവെക്കപ്പെടുന്ന വിഷങ്ങളാണത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫഇന്നൽ അംറ യൻജലി വഅൻത അലാ ത്വരീഖിൻ മുസ്തഖീം. കാര്യം വ്യക്തമാകുന്നതാണ്. കുറച്ച് നാൾ കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ മനസ്സിലാകും. ഫഇന്നൽ അംറ യൻജലി, തീർച്ചയായും കാര്യങ്ങൾ വ്യക്തമാകും. നീ അപ്പോൾ സത്യമായ പാതയിലായിരിക്കും. ഇത്തരത്തിൽ നീ ക്ഷമിച്ചു നിന്നാൽ
നിനക്ക് കുറച്ച് കാലങ്ങൾ കൊണ്ട് മനസ്സിലാകും ഇത് തന്നെയാണ് സത്യമെന്നത് നിനക്ക് മനസ്സിലാകും. സഹോദരങ്ങളെ, അതിനാൽ നീ എന്ത് ചെയ്യേണ്ടതില്ല. ആളുകൾ കുറവാണ്, ആളുകൾ അതാ തിരസ്കരിക്കുന്നു, ഇതൊന്നും നീ നോക്കേണ്ടതില്ല. അതിനാൽ സഹോദരങ്ങളെ, സുന്നത്തിന്റെ ആളാകേണ്ടതുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദത ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരാണോ നമ്മുടെ കാര്യത്തിൽ പുതിയതായി ഒന്നുണ്ടാക്കിയത് ഫഹുവ റദ്ദ്, അവനും അതുപോലെ തന്നെ അവൻ തള്ളപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. ആ കാര്യവും തള്ളപ്പെടേണ്ടതാണ്, അവനും തള്ളപ്പെടേണ്ടതാണ്. പുതുതായ ഒരു കാര്യം ദീനിൽ, അതിനൊരു സ്ഥാനവും ദീനിലില്ല, അത് തള്ളപ്പെടേണ്ടതാണ്. അതിന് എത്ര ഖുശൂഅ് കാണിച്ചുകൊണ്ട് കൊണ്ടുവന്നാലും, അതെത്ര കണ്ണീരൊലിപ്പിച്ചു കൊണ്ടുവന്നാലും, അതെത്ര ഇബാദത്തും വറഉം അതുപോലെ ഖുശൂഉം സുഹദും ഒക്കെ കാണിച്ചുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും, കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്നവരായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടാലും, ദിക്റുകൾ കൊണ്ട് നാവ് കുഴഞ്ഞിപ്പോയ രൂപത്തിൽ ആളുകൾ പ്രത്യക്ഷപ്പെട്ടാലും, സഹോദരങ്ങളെ, നമ്മൾ വഞ്ചിതരാകരുത്. ഇതാ ഇമാം അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ ഇല്ല ഇസ്ദാദ മിനല്ലാഹി അസ്സ വജല്ല ബുഅദാ. ഒരു ബിദ്അത്തുകാരൻ എത്രയൊക്കെ ഇജ്തിഹാദ് വർദ്ധിപ്പിക്കുന്നുവോ, ബിദ്അത്തുകാരൻ അവൻ കഷ്ടപ്പെടാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുവോ അത്രമാത്രം അള്ളാഹുവിൽ നിന്നും അകലുകയാണ് ചെയ്യുക. ഒരു ബിദ്അത്തുകാരൻ കഷ്ടപ്പെട്ട് നാളെ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടാനാണ് അവൻ തയ്യാറാകുന്നതെങ്കിൽ ആ കഷ്ടപ്പാട് കൊണ്ട് അള്ളാഹുവിലേക്കുള്ള അടുപ്പമല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നും അകലുകയാണ് ചെയ്യുക എന്ന് നമുക്കറിയാം. ഓരോ ഉമ്മമാരും അതുപോലെ തന്നെയുള്ള പെങ്ങന്മാരുമൊക്കെ ഇന്ന് യൂട്യൂബിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയും പിറകിലാണ്. അവരതാ ഉപദേശിക്കുന്നു 4839 ദിക്ർ, അതുപോലെ തന്നെ 5325. ഇത് എനിക്ക് തോന്നിയതാണ്, അതുപോലെ അവർക്ക് തോന്നിയത് അവർ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിക്റിലാണ്, കഷ്ടപ്പെടുകയാണ്, ഓരോ കാര്യങ്ങളിലാണ്. അതുപോലെ തന്നെ 1000 റക്അത്ത്, അതുപോലെ 1000 പ്രാവശ്യം ഇന്നയാളെ പറയൽ, വിളിക്കൽ, ഇത്തരത്തിൽ അവർ പുതിയ ബിദ്അത്തുകളിലേക്കും അതുപോലെ തന്നെ ഖുറാഫാത്തുകളിലേക്കും ശിർക്കിലേക്കും അവരുടെ പ്രയത്നം അധികരിക്കുന്നിടത്തോളം അള്ളാഹുവിൽ നിന്നും അവരുടെ അകൽച്ച കൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ അള്ളാഹുവിലേക്ക് ഒരിക്കലും അടുക്കുകയില്ല. ഇമാം അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് പറഞ്ഞ വലിയൊരു ഉപകാരമുള്ള കാര്യമാണത്. ഇമാം സുഫിയാൻ തൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അൽ ബിദ്അതു അഹബ്ബു ഇല ശൈത്താനി മിനൽ മഅസിയ. ബിദ്അത്ത് എന്നാൽ ശൈത്താന് തിന്മകളെക്കാൾ ഇഷ്ടമാണ്. തിന്മകളെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, കള്ളുകുടിയേക്കാൾ ശൈത്താൻ ഇഷ്ടമേതാണ്? ബിദ്അത്തുകളാണ്. ഫഇന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അത ലാ യുതാബു മിൻഹാ. തീർച്ചയായും മഅസിയത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും തൗബ ചെയ്തേക്കാം, പക്ഷെ ബിദ്അത്തുകൾ അതിൽ നിന്നും തൗബ ചെയ്യുക എന്നത് വിരളമാണ്. അതിൽ നിന്നും തൗബ ചെയ്യുക എന്നത് പ്രയാസമാണ്. കാരണം അവൻ കരുതുന്നത് അള്ളാഹുവിലേക്ക് എന്നെ അടുപ്പിക്കുന്നു എന്നാണ്, അള്ളാഹുവിലേക്കാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഇമാം സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അറിയാതെ അകന്നുകൊണ്ടിരിക്കുകയാണ് അവൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് ബിദ്അത്തിന്റെ കാര്യത്തിൽ, ബിദ്അത്തിന്റെ ആളുകളുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകണം. മരണം വരെ, മരിക്കുന്ന നേരത്ത് 3 കഫൻ പുടയിലേക്ക് ഖബറിൽ വെക്കണം. ഇത്ര മാത്രമാണ് മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്നും അത്രമാത്രമേ ഇസ്ലാമിൽ ചെയ്യുന്നുള്ളൂ എന്നുമുള്ളൊരു നിലപാട് നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ബുദ്ധി കൊണ്ട് സത്യത്തിൻ്റെ ആളുകളെ തിരിച്ചറിയലും അവരുടെ കൂടെ നിൽക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനു മഅസ് സാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. വകൂനു മഅസ് സാദിഖീൻ, സത്യം പറയുന്ന ആളുകളുടെ കൂടെ നിൽക്കണം, സത്യത്തിൻ്റെ ആളുകളുടെ കൂടെ നിൽക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. മുഅ്മിനാണെന്ന് അവകാശപ്പെടുന്ന, മുഅ്മിനാവാൻ സത്യവിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യത അതാണ്.
സഹോദരങ്ങളെ, എന്നാൽ ബിദ്അത്തുകാരനായ ആളുകളോടുള്ള നമ്മളുടെ സലഫുകളുടെ നിലപാടെന്തായിരുന്നു? ഒരിക്കലതാ സുഫിയാൻ തൗരി റഹിമഹുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഫയുടെ അടുക്കലതാ ഒരു മയ്യത്ത് കൊണ്ടുവെക്കുകയാണ്. അബ്ദുൽ അസീസ് ബിൻ അബി ദാവൂദ് എന്ന ആളുടെ മയ്യത്താണ്. അങ്ങനെ ആ ആളുടെ ജനാസക്ക് മുഅമ്മൽ ബിൻ ഇസ്മായിൽ റഹിമഹുള്ള അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം സാക്ഷിയായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസഫന്നാസു വജാഅ തൗരി, ജനങ്ങളെല്ലാവരും സ്വഫായിട്ട് നിന്നു. ഇമാം സുഫിയാൻ തൗരി റഹിമഹുള്ള അവിടേക്ക് കടന്നു വരികയാണ്. ഫജാഅ ഹത്താ ഖറഖ അസ്സുഫൂഫ്, അങ്ങനെ ഇമാം സുഫിയാൻ തൗരിയാണ് വരുന്നത്. വലിയ ഇമാമാണ്, പണ്ഡിതനാണ്. അദ്ദേഹം അതാ കടന്നു വരുന്നു. ഫഖറഖ അസ്സുഫൂഫ്, സുഫുകളെ തിരിഞ്ഞു നീക്കിക്കൊണ്ട് അദ്ദേഹം മുന്നിലേക്ക് പോയി. വന്നാസു യൻദുറൂന ഇലൈഹി, ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ നോക്കുകയാണ്. ഫജാവസൽ ജനാസത വലം യുസല്ലി അലൈഹി ലിഅന്നഹു കാന യുർമാ ബിൽ ഇർജാ, അങ്ങനെ ആ ജനാസയെ നോക്കി കടന്നുപോയി. കാരണം എന്നിട്ട് എന്ത് ചെയ്തില്ല? നിസ്കരിച്ചില്ല. ജനാസ നിസ്കരിച്ചില്ല. കാരണം ആ ആൾ ഇർജ എന്ന ബിദ്അത്ത് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ട ആളായിരുന്നു, മുർജിയാണെന്ന് ആക്ഷേപിക്കപ്പെട്ട ആളായിരുന്നു ഈ കിടന്നത്. അതിനാൽ മയ്യത്ത് നിസ്കരിക്കാതെ കടന്നുപോയി. ബിദ്അത്തുകാരോടുള്ള ശക്തമായ നിലപാട് ഇമാമിയങ്ങളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ ആളുകൾ അവർ കറാമത്തിന് അർഹരല്ല, അവർ സ്നേഹത്തിന് അർഹരല്ലെന്ന് നമ്മളുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നു. അശ്അരികളായ ആളുകളോട് എന്ത് നിലപാടെടുക്കണമെന്ന് നമ്മളുടെ ഇമാമിയങ്ങൾ പറഞ്ഞു തന്നത് ഇന്നലെ നമ്മൾ കേട്ടതാണ്. നമ്മൾ ഓരോരുത്തരും കേട്ടു. നമ്മുടെ നാട്ടിൽ അശ്അരിയത്ത് എന്നത് അഹ്ലുസുന്നത്താണെന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക്, യഥാർത്ഥ പാതയിലേക്ക് കടന്നു വരാനും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ അഹ്ബതല്ലാഹു അമലഹു വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകാരനെ ഇഷ്ടപ്പെട്ടവന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു കളയുമെന്നും അവൻ്റെ കൽബിൽ നിന്നും ഇസ്ലാമിൻ്റെ നൂറെടുത്ത് കളയുമെന്ന് ആരാണ് പറഞ്ഞത്? ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ അൽ ഇമാമുൽ ജൗസി ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തൽബീസു ഇബ്ലീസിൽ ചില സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരിക്കൽ അൽ ഖിർബാനി റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ ബിദ്അത്തുകാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിദ്അത്തുകാരുടെ പ്രശ്നങ്ങൾ, ബിദ്അത്തുകാരുടെ കുറവുകൾ, വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ സദസ്സിലുള്ള ഒരാൾ ചോദിക്കുകയാണ്, ലൗ ഹദ്ദത്തന കാന അഅജബ ഇലൈനാ, നിങ്ങൾ നമുക്ക് ഹദീദൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ അത് നല്ല ഇഷ്ടമായിരുന്നു. നമുക്ക് കുറച്ച് ഹദീദ് പറഞ്ഞു തന്നൂടെ? ഈ വിദ്യാർത്ഥികാരെ കുറിച്ച് അവരുടെ കുറ്റവും കുറവും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കുറച്ച് ഹദീദ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അതാകുന്നു ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു പിന്നീട്? ഫഗദിബ്, അപ്പോൾ അദ്ദേഹം കോപിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖാല കലാമി ഫി അഹ്ലിൽ ബിദ്അ അഹബ്ബു ഇലയ്യ മിൻ ഇബാദത്തി 60 സന, 60 വർഷത്തെ ഇബാദത്തിനേക്കാൾ എനിക്കിഷ്ടം ബിദ്അത്തുകാരെ കുറിച്ച് എനിക്ക് സംസാരിക്കുന്നതാണ്. ബിദ്അത്തുകാരെ കുറിച്ചുള്ള സംസാരമാണ് 60 വർഷത്തെ നിസ്കാരത്തെക്കാൾ എനിക്കിഷ്ടമെന്ന് നമ്മൾക്ക് ഇമാമിങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ബിദ്അത്തുകാർ അവർ എന്നും ഇസ്ലാമിലൊരു ഇത്തിക്കണ്ണിയാണ്. അതുപോലെ തന്നെ അവരെക്കുറിച്ച് ഇമാമിങ്ങളുടെ നിലപാട് ഒന്നാണ്, അവരെ ഒഴിവാക്കുക, ഹുജ്റാനു അഹ്ലിൽ ബിദ്അ എന്നത് നമ്മളുടെ മുൻഗാമികൾക്ക് ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ്. സഹോദരങ്ങളെ, ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് ഈ ബിദ്അത്തുകാർ, സുന്നത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് കേവലം ചില വാക്കുകളും അതൊന്നും നമ്മൾ ഗൗനിക്കേണ്ടതില്ല എന്നുമൊക്കെ കരുതി വിടേണ്ട വിഷയങ്ങളല്ല, മറിച്ച് ഒരു സുന്നിയായി